ശ്യാം, ഇനിയിപ്പോൾ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും സിനിമകളോട് ഇനി നിങ്ങൾക്ക് മറ്റൊരു സമീപനമായിരിക്കുമോ? അതോ മോഹൻലാൽ ഇപ്പോൾ ഖേദപ്രകടനം നടത്തി, ആ ഖേദപ്രകടനം പൃഥ്വിരാജ് ഷെയർ ചെയ്ത പശ്ചാത്തലത്തിൽ ഈ പൃഥ്വിക്കെതിരെയുള്ള IS ബന്ധമടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് പിൻവലിക്കുകയാണോ? അതിലോട്ട് ഞാൻ വരാം. അതിനു മുമ്പ് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിനൊരു ഉത്തരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവരാരാണ് ഈ ഫാസിസത്തെ കുറിച്ചിട്ട് കേരളത്തെ മലയാളികളെ പഠിപ്പിക്കുന്നത്? ലോകത്തെ ലക്ഷണമൊത്ത ഫാസിസ്റ്റ് സംഘടന ഉണ്ടെങ്കിൽ അതിന്റെ പേര് കമ്മ്യൂണിസം തന്നെയാണ്. ലോകത്തിലോട്ടൊന്നും പോകുന്നില്ല. കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളും എല്ലാം കൂടി നമ്മൾ മറന്നുപോയി എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഓർമ്മയില്ല, വെസ്റ്റ് ബംഗാളിലും ആരിചാബിൽ ആയിരക്കണക്കിന് ആൾക്കാരെ പോലീസുകാരെ കൊണ്ട് വെടിവെച്ച് കൊന്നിട്ട് ആ വെടി കൊണ്ടിട്ട് വീണ ആളുകളുടെ മക്കളുടെ ചോര എടുത്തിട്ട് അമ്മമാരുടെ ചോറിൽ പുരട്ടിയിട്ട് ആ ചോറ് അമ്മമാരെ കൊണ്ട് കഴിപ്പിച്ചത് ഈ കുഞ്ഞിക്കണ്ണം മറന്നുപോയോ? ഇനി കേരളത്തിലോട്ട് വന്നിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10-12 വയസ്സുള്ള കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന KT ജയകൃഷ്ണൻ മാഷെ ക്ലാസ്സിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി. ഇതാരെങ്കിലും പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ കൊന്നുകളയുമെന്ന് വെറും പിഞ്ചു കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെ ഈ KT കുഞ്ഞികൃഷ്ണൻ മാഷ് മറന്നുപോയോ? പമ്പ പരിമല കോളേജിൽ 18-19 വയസ്സ് മാത്രം പ്രായമുള്ള ABVPയുടെ പ്രവർത്തകരെ അവർ SFIക്കെതിരെ ഇലക്ഷൻ ജയിച്ചു എന്നും പറഞ്ഞിട്ട് അവരെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി പുറത്തു നിന്ന് DYFIയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തകന്മാർ ചുടുകെട്ട് എറിഞ്ഞ് പുറത്തു നിന്നിട്ട് എറിഞ്ഞ് കൊലപ്പെടുത്തി. ആ വഴി നീന്തി രക്ഷപ്പെടുന്ന അമ്മമാര് സാരി ഇട്ട് കൊടുത്ത ആ അമ്മമാരെ ഭീഷണിപ്പെടുത്തിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇത്രമാത്രം ഭീകരവാദികൾ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇവരാണ് ഭീകരവാദത്തെ കുറിച്ചിട്ട് പറയുന്നത്, ഇവരാണ് ഫാസിസത്തെ കുറിച്ച് പറയുന്നത്. ലോകം കണ്ടിട്ടുള്ള, കേരളം കണ്ടിട്ടുള്ള നമ്പർ 1 ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പേര് ഒരു സംശയവും വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. കേരളത്തിലെയും വെസ്റ്റ് ബംഗാളിലെയും അത്രയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ രാജ്യത്തൊരിടത്തും നടന്നിട്ടില്ല. അതിനൊരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലുള്ള അപ്രമാദിത്വമാണ്. ഇനി ഈ ഗോത്ര കലാപത്തിലോട്ട് വരാം. എന്താണ് അവിടെ ഈ കുഞ്ഞിക്കണ്ണം പറഞ്ഞ എന്താണ്? വെറുതെ ട്രെയിനിൽ അങ്ങോട്ട് തീ പിടിച്ചിട്ട് ആൾക്കാർ മരിച്ചുന്നോ? 59ഓളം വരുന്ന കർസേവകര്, അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ, അവരെ പുറത്തു നിന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നാന്ന് എന്താ നാനാവധി കമ്മീഷന്റെ റിപ്പോർട്ട് പറയുന്നത്? എന്താണ് പോലീസിന്റെ റിപ്പോർട്ട് പറയുന്നത്? എന്താണ് ആ കേസ് അന്വേഷിച്ചിട്ട് അതിന്റെ വിധി പറഞ്ഞിട്ടുള്ള പ്രത്യേക കോടതിയും അതിനുശേഷം ഗുജറാത്ത് ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ള? എന്തിനാണ് ആ ഗുജറാത്ത് ട്രെയിൻ കത്തിച്ചിട്ടുള്ള 59 പേരെ ട്രെയിൻ കത്തിച്ചില്ലേ 20 പേരെ എന്തിനാണ് വധശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക കോടതി പറഞ്ഞത്? പിന്നെ എന്തുകൊണ്ടാണ് ഹൈക്കോടതി അത് ജീവപര്യന്തമാക്കി മാറ്റിയിട്ടുള്ള? കുറ്റം ചെയ്തിട്ടുണ്ട്, പ്രതികളുണ്ട്, കോൺഗ്രസിന്റെ കൗൺസിലർമാര്, കോൺഗ്രസിന്റെ മുനിസിപ്പൽ ചെയർമാൻമാര്, കൃത്യമായിട്ടുള്ള ആളെണ്ണമുണ്ട്. ആ ആളെണ്ണത്തെ, ആ കൊലപാതകികളെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്, ഈ SDPIക്ക്, ഈ തീവ്രവാദികൾക്ക് പാട്ടുപാടി കൊടുക്കുന്ന അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തിറങ്ങിയത് എന്ന് ബജ്രംഗി തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ജയിലിന് പുറത്തിറങ്ങിയത് എന്ന് ബജ്രംഗി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തള്ളിക്കളയുന്നുണ്ടോ? അല്ല, ഗുജറാത്തിലെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അല്ല, ഗുജറാത്തിലെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഗുജറാത്തിലെ കാര്യം തന്നെയാണ് പറഞ്ഞത്. എങ്കിലാണ് ആ കാര്യം ശരിയാവുക. വൺ സൈഡ് ആയിട്ടുള്ള നടക്കൂല. വൺ സൈഡ് ഒന്നുമല്ല. ട്രെയിൻ അകത്തു നിന്നാണോ കത്തിച്ചത്, പുറത്തു നിന്നാണോ കത്തിച്ചത് എന്ന് 2 തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതിൽ ഇനിയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർ ഇപ്പോഴും അപ്പീലുമായി കോടതിയിലുണ്ട്. അത് പൂർണ്ണാർത്ഥത്തിൽ അതിനെ പൂർണ്ണമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല, അനുമാനത്തിലേക്ക് എത്താനായിട്ടില്ല. 59 പേർ മരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു മരണവും ജയിലിൽ തന്നെയല്ലേ? ഇപ്പോഴും സുപ്രീം കോടതിയുടെ വിധിയും കാട്ട് അപ്പീലും കാത്ത് ജയിലിൽ തന്നെയല്ലേ? പുറത്തു പോയിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾക്ക് അനുകൂലമാകുന്ന കാര്യങ്ങളെ സുപ്രീം കോടതിയെ കോടതി പറയും. നിങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾക്ക് സുപ്രീം കോടതിയെ നിങ്ങൾ മാനിക്കുകയുമില്ല. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിച്ചത് എന്താണ്? ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം എന്താണ് ഓർമ്മിപ്പിച്ചത്? ചേർന്ന് നടത്തുന്ന പ്രൊപ്പഗണ്ട, അതിൽ പെട്ടുപോയിട്ടുള്ള പൃഥ്വിരാജ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. നിങ്ങൾ സത്യം പറയൂ. നിങ്ങൾ ഗുജറാത്ത് കലാപത്തിന് മുമ്പുണ്ടായ ഗോത്ര കൂട്ടക്കൊലയെ കുറിച്ച് പറയൂ. രണ്ടും നിങ്ങൾ ചർച്ച ചെയ്യൂ. അതല്ലാതെ കുഞ്ഞിക്കണ്ണൻ പറയുന്ന പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന പോലെ നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് നിങ്ങൾ പറയുന്നിടത്താണ് എതിർപ്പുണ്ടാവുന്നത്. നിങ്ങൾ എല്ലാം പറയണമെന്നേ. അല്ല, ഒന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അടുത്ത നിങ്ങൾ എല്ലാം പറയണം. എല്ലാം പറയുന്നത് ചർച്ച വരട്ടെ. ഒരു മിനിറ്റ് ശ്യാം. ഗോത്രയിൽ ട്രെയിൻ കത്തിച്ചു, സത്യമാണ്. 59 പേർ കൊല്ലപ്പെട്ടു, സത്യമാണ്. അതിനുശേഷം അവിടെ ഒരു കലാപം ഉണ്ടായിരുന്നോ? അവിടെ മുസ്ലിം സ്ത്രീകളെ കൂട്ടക്കൊല ചെയ്തിരുന്നോ? കൂട്ടബലാത്സംഗങ്ങൾ ഉണ്ടായിരുന്നോ? കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ നിന്ന് ശൂലത്തിൽ പുറത്തെടുത്തിരുന്നോ? ഇതൊന്നും സംഭവിച്ചിട്ടില്ലേ? ആര് പറഞ്ഞു? ഇവിടെയാണ് പ്രശ്നം. പിന്നീട് വന്നിട്ടുള്ള മുഴുവൻ അന്വേഷണങ്ങളും
കഷ്ടം. പിന്നീട് വന്നിട്ടുള്ള മുഴുവൻ അന്വേഷണങ്ങളും നിങ്ങളുടെ ആ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ്. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അത് ഏത് അന്വേഷണമാണോ? തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കഥ എന്തായിരുന്നു? നിങ്ങൾ കേരള ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.